ഇതാ ഇവിടെ ഈ ഒരു കാഴ്ച ഇവിടെ സ്ഥിരമാണ് കേട്ടോ. അവിടെ എത്തിയാൽ മക്കൾക്ക് കയ്യിനും കാലിനും വാരി കഴിക്കാനൊന്നും വയ്യാത്ത എന്തോരം അവസ്ഥയിലാണ് കേട്ടോ. ഇത് ഉമ്മാക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പണിയാണ് മക്കൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുക എന്നുള്ളത്. എൻ്റെ മോളാണ് കേട്ടോ ഇവിടെ ഏറ്റവും വലിയ പേരക്കുട്ടി. ഓള് മുതൽ നീലു വരെ, നീലുവരനും ജൂമിൻ്റെ കുട്ടി വരെ, ഏറ്റവും ചെറിയ കുട്ടി ഓന് വരെ ഇവിടെ ഉമ്മ വാരി കൊടുക്കുന്നതാണ് ഭയങ്കര സന്തോഷം. ഇമ്മക്കാണെങ്കിലോ അതിലേറെ സന്തോഷം കേട്ടോ. അവരവിടെ വാരി കഴിക്കുന്ന നേരം ഞങ്ങളിവിടെ തകൃതിയായിട്ട് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പഴംപൊരി, പിന്നെ റോസ്റ്റിൽ മയോണൈസൊക്കെ കുഴച്ച് ഞങ്ങൾ ലാവിഷായിട്ട് ഇന്ന് തീറ്റ തന്നെയാണ് കേട്ടോ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നുജൂമും ഞാനൊക്കെ ഉച്ചക്കാണ് കേട്ടോ അവരുടെ എന്താ പറയുക ഒരു ഫാസ്റ്റിങ് നിർത്തിയത്. അവർ രാവിലെയൊക്കെ മധുരമില്ലാത്ത കട്ടൻ ചായം കുടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് അവർ ബ്രോസ്റ്റും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും എന്തൊക്കെയോ കഴിച്ചിട്ടാണ് അവർ ഫാസ്റ്റിങ് നിർത്തിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകാനുള്ള പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാലും പിന്നെ പുറത്ത് കുറേ അരമണിക്കൂറോളം കലാപരിപാടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചും നല്ല ഒരു അന്തരീക്ഷം മഴയൊന്നും ഇല്ലാത്ത കണ്ടപ്പോൾ നീന് കുറേ ഫോട്ടോ എടുത്ത് വെച്ചത് തുത്തുൻ്റെ വെയ്ത്തോരം അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മോള് വന്നപ്പോൾ മോളുവിൻ്റെ കുറേ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുത്തു. അപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് മോളുവിൻ്റെ ഫോട്ടോ മാത്രമേ എടുത്ത് കൊടുക്കുള്ളൂ, എനിക്ക് എടുത്ത് തരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തുത്തുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാണ്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ബർത്ത്ഡേ പോയി അല്ല ഇപ്പാൻ്റെ ഒപ്പം നിന്നുകാണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ക്യാമറ ഓണാക്കിയപ്പോൾ കണ്ട് അംഗസംഖ്യ ഇങ്ങനെ കൂടി വന്ന് എല്ലാവരും അങ്ങോട്ട് വീഡിയോയിൽ പെട്ടു കേട്ടോ. പിന്നെ ഉമ്മ കൊടുക്കലായി, യാത്ര ചോദിക്കലായി, നല്ല രസമാണ്. എന്താ പറയുക, ഇവിടെ നിന്നിട്ട് ഇറങ്ങി കിട്ടൂല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയേ ഓടി റെഡിയായി പെട്ടെന്ന് വണ്ടി കയറിയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വീടിൻ്റെ ഉള്ളിൽ നിന്നായിട്ടും ഇനി അരമണിക്കൂർ പുറത്തുനിന്നായിട്ടുള്ള യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു വിധത ഞങ്ങൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം 2 ദിവസം നിന്ന് തോന്നുന്നില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഫുള്ള് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ രാത്രിയല്ലേ വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്ക് അധികം നിൽക്കാത്ത പോലെയൊക്കെ ഒരു തോന്നുക ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇന്നാണെങ്കിൽ രാവിലെ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അധികം വീട്ടിൽ നിൽക്കാൻ നിന്നിങ്ങോട്ട് മതിയാവാത്ത ഒരു അവസ്ഥ കേട്ടോ. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് നേരം എല്ലാവർക്കും ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അരികോട് വരെ തുത്തുണ്ടാവുമല്ലോ. പിന്നെ ഓളോട് സംസാരിച്ച് ഇങ്ങനെ കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റായി. പിന്നെ ഇനി അരികോട് എത്തിയിട്ട് വേണം അമ്മക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. തുത്തു പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഈ ഒരു റൂട്ട് കറക്റ്റ് ആയത് കേട്ടോ. മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് വഴി കോഴിക്കോട് പോവുക, അതേപോലെ കോഴിക്കോട് നിന്ന് അരീക്കോട് വഴി മഞ്ചേരിക്ക് പോരുക. അങ്ങനെ ആയതിനു ശേഷം എനിക്ക് സമാധാനം. ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ അവൾ അവിടുന്ന് പോരുമ്പോൾ എന്നെ പിക്ക് ചെയ്യും, മടങ്ങുമ്പോൾ എന്നെ അവിടെ തന്നെ ഇറക്കും. ഇപ്പം നല്ലൊരു സമാധാനം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അനുജൂമിൻ്റെ കൂടെ ആയിരുന്നു ഈ പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നത്. രാത്രി വന്നപ്പോൾ രാവിലെ അങ്ങോട്ട് മടങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ കെട്ടിയനോടെ കാത്തിക്കുന്നു.